ഫ്രണ്ട്സ് NIT കാലിക്കറ്റിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് +2 ITI ദെൻ ഡിപ്ലോമ ദെൻ ഗ്രാജുവേഷൻ അങ്ങനെ തുടങ്ങിയ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ A to Z കാര്യങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം, ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചത് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എലിജിബിലിറ്റി. അതിൽ നിങ്ങൾക്ക് കാണാം അസിസ്റ്റൻറ്റ് ഓൺ കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകളെല്ലാം കരാറായിട്ട് നിയമനമാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ +2 പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 55% മിനിമം 55% മാർക്കോടുകൂടി ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ, ഇനി ഗ്രാജുവേഷനാണ്, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത നമുക്ക് അസിസ്റ്റൻറ്റ് ഓൺ കോൺട്രാക്ട് ആണ്, ടെക്നിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 55% മിനിമം മാർക്ക് മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് +2 സയൻസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ITIയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് വേണം കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ സപ്പോർട്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് സിവിൽ ഓർ ഇലക്ട്രിക്കലാണ്. ഇതിൽ വ്യക്തമായിട്ട് ഡിസിപ്ലിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന സിവിലോ ഇലക്ട്രിക്കലോ നിങ്ങളെ ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന സിവിലോ ഇലക്ട്രിക്കലോ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് വേണം. അപ്പോൾ BSc സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനടുത്ത് അസിസ്റ്റൻറ്റ് ഓൺ കോൺട്രാക്ട് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇലക്ട്രീഷ്യൻ, പ്ലംബർ തുടങ്ങിയിട്ടുള്ള സർവീസ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ITI ഈ പറയുന്ന ഇലക്ട്രീഷ്യനും പ്ലംബർ അതുമായി ബന്ധപ്പെട്ടുള്ള ITI കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ പറയുന്ന 4ാമത്തെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അസിസ്റ്റൻറ്റ് കോൺട്രാക്ട് എന്നുള്ളതിൽ ഇലക്ട്രീഷ്യൻ പ്ലംബറിലേക്ക് അപ്ലൈ ചെയ്യാൻ ITI കഴിഞ്ഞിരിക്കണം എന്നുള്ള ITIയും +2 വർഷത്തെ എക്സ്പീരിയൻസും വേണമെന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകും മതി കേട്ടോ. ഈ പറയുന്ന പ്ലംബറിലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസും +2 നിങ്ങൾ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITI നിർബന്ധമല്ല. ഇനി അടുത്ത നമുക്ക് അപ്ലിക്കേഷൻ ഫോർ അസിസ്റ്റൻറ്റ് കോൺട്രാക്ട്. ഇതിൽ മെയിൻ്റനൻസ് സർവീസ്, കാർപ്പൻറ്റർ, മെയ്സൺ, ഹെൽപ്പർ ഇങ്ങനെ 3 കാറ്റഗറികളാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 8ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് 5 ഇയർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ പറയുന്ന കാർപ്പൻറ്റർ, മെയ്സൺ അല്ലെങ്കിൽ ഹെൽപ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് 8ാം ക്ലാസ് മതിയിട്ട് എസെൻഷ്യൽ. ഇനി അതിന് മുകളിലുള്ളവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 35 വയസ്സാണ് ഈ പറയുന്ന ക്ലോസിംഗ് ഡേറ്റിലേക്ക് കേട്ടോ. 15/4/2024 ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് 35 വയസ്സ് കഴിയാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടെക്നിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന സപ്പോർട്ട് ആൻഡ് മെയിൻ്റെനൻസ് സർവീസിലേക്കാണെങ്കിൽ 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഇതിലൊക്കെ നിങ്ങൾക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് സപ്പോർട്ട് സർവീസ് മെയിൻ്റെനൻസ് എന്നുള്ള ഇതിലേക്കൊക്കെ കേട്ടോ. മറ്റേ ടെക്നിക്കലിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അതോടൊപ്പം തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ അതോടൊപ്പം ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഏപ്രിൽ 15 വരെയാണ് കേട്ടോ. ഏപ്രിൽ 15-ൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ മെയിൽ ID കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളിവിടെ ടിക്ക് ചെയ്യുക. നമ്മുടെ ഏതാണ് മെയിൽ വെച്ചാൽ അതിനുശേഷം നമ്മൾ ഏത് പോസ്റ്റിനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്കാണോ ടെക്നിക്കലാണോ ഇവിടെ ചോദിക്കുന്നുണ്ട്. സപ്പോർട്ട് എഞ്ചിനീയർ, സിവിലാണോ ഇലക്ട്രിക്കലാണോ ധരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഡിപ്ലോമ, ITI അതുപോലെ ഡിഗ്രി ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഏത് സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചാൽ മെൻഷൻ ചെയ്യുക. ഇനി നമ്മൾ ഇപ്പം +2 അതുപോലെ SSLC ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരിവിടെ NIL അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. NIL എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് ബ്ലാങ്ക് ആക്കി വിടാൻ പറ്റില്ല. അപ്പോൾ NIL എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് പെർസെൻറ്റേജ് ഓഫ് മാർക്സ്. ഈ പറയുന്ന 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ +2 എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ അതിൽ നമ്മൾ ഏത് ക്വാളിഫിക്കേഷൻ വെച്ചാണ് അപ്ലൈ ചെയ്താൽ അതിലെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക, എത്ര ശതമാനം അടിച്ചാൽ. ദെൻ ഇയർ ഓഫ് പാസിംഗ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മൾ ഏത് ക്വാളിഫിക്കേഷൻ വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത് ആ ക്വാളിഫിക്കേഷൻ്റെ എന്നാണ് നമ്മൾ പാസ് ഔട്ട് ആയത്. 2020 ആണോ എന്നാണ് വെച്ചാൽ നിങ്ങളത് നിങ്ങൾ എന്നാണോ പാസ് ഔട്ട് ആയത് വെച്ചാൽ ആ ഇയർ അവിടെ കൊടുക്കുക.
പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ കണ്ടു, ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റും ഉണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റും ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ PDF ആക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഓർഡറിൽ വെക്കണം. അതായത് നിങ്ങൾ 8ാം ക്ലാസ് വെച്ചാണെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അത് ഇനി 10ാം ക്ലാസ്സാണ് ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, 10ാം ക്ലാസ്സിൻ്റെ യോഗ്യത വെച്ചാണെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി അതെല്ലാം നിങ്ങൾ +2 ആണെങ്കിൽ +2, then IT ആണെങ്കിൽ IT, ഡിപ്ലോമ ആണെങ്കിൽ ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി, അതിന് നമ്മളൊരു ഓർഡറിൽ, അതായത് +2 ദെൻ ഡിഗ്രി അങ്ങനെയുള്ള ഒരു ഓർഡറിലായിരിക്കണം. 10ാം ക്ലാസ് +2 ഡിഗ്രി ആ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ PDF അറേഞ്ച് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി നമ്മൾ SSLC സർട്ടിഫിക്കറ്റ് 4മതായിട്ട് കൊടുക്കുക. ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് വെക്കുക, ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എപ്പോഴും ലാസ്റ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ PDF ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം I love PDF എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് PDF ഒക്കെ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം I love PDF എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം I love PDF എന്ന് പറഞ്ഞിട്ട് ലിങ്ക് വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് PDF പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ കാണാം മെർജ് PDF എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര PDF ആണ്, അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കാം, എത്ര 2 ഇവിടെ സെലക്ട് ചെയ്ത് 2 PDF ഇവിടെ സെലക്ട് ചെയ്ത് ഒരുമിച്ച് ആ PDF നമ്മളിവിടെ സെലക്ട് ചെയ്യാന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓർഡർ എന്ത് ചെയ്യാം, അലൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ മെർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു സിംഗിൾ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് ഡൗൺലോഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് PDF അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാ ക്വാളിഫിക്കേഷൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ PDF ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ഫയൽ എന്ന് കൊടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ നമ്മളതിലേക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ മാക്സിമം 10 MB മുകളിൽ പോകാം, അതിൻ്റെ സൈസ് കൂടാൻ പാടില്ല കേട്ടോ. മാക്സിമം 10 MB വരെ നമുക്ക് പോകാം. ഇനി നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് നമ്മളിതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യാം, ഫോട്ടോഗ്രാഫ് എടുക്കുക, നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ സ്കാൻഡ് സിഗ്നേച്ചർ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ആഡ് ഫയൽ കൊടുക്കുക, അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ സിഗ്നേച്ചർ ചെയ്ത് കാണിക്കുക, ആഡ് ഫയൽ കൊടുക്കുക. ഓക്കെ, ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ സിഗ്നേച്ചർ കാണാം, അതൊക്കെ ഞാൻ വെറുതെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇപ്പോൾ സിഗ്നേച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏജ്, ഇയർ, മന്ത് എത്രയായി, 15/4/2024 നിങ്ങൾക്ക് എത്ര ഇയറായി, എത്ര മന്തായി, എത്ര ഡേ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഏജ് കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ ഒരുപാട് ഇത് കിട്ടും, ലിങ്ക് കിട്ടും. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ 15/4/2024 കൊടുക്കുക, ഒരു സ്ഥലത്ത് നമ്മുടെ വാല്യൂ കൊടുക്കേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എത്ര ഇയറായി, എത്ര മന്തായി, എത്ര മാസമായി എന്നൊക്കെ മീൻസ് എത്ര ഡേ ആയി എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏജ് ഇവിടെ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിറ്റി SC ST OBC ഏതാച്ചാൽ കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള, അതായത് ശാരീരിക പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണ് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ദെൻ എക്സ് സർവീസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ സെലക്ട് ചെയ്യാം. ദെൻ മാരീഡ് ആണോ അൺമാരീഡ് ആണോ വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് സെലക്ട് ചെയ്യാം. ദെൻ പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. വീട്ടുപേര്, ദെൻ പോസ്റ്റ് ഓഫീസ്, പിന്നെ ഏതാണ് പിൻകോഡ്, ജില്ല, സംസ്ഥാനം, അങ്ങനെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ SSLC ബുക്കിലേക്കുള്ള അഡ്രസ്സ് ഇവിടെ കൊടുക്കാൻ രണ്ടാമത്തെ കോളത്തിൽ. പിന്നെ നിങ്ങൾക്ക് ടോട്ടൽ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആണ്, അത് മാസത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാസത്തിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ NIL എന്ന് കൊടുക്കുക കേട്ടോ. NIL എന്ന് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾ NIL എന്ന്. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾ പ്രസൻറ്റ് എംപ്ലോയേഴ്സ്, നിങ്ങളിപ്പോൾ നിലവിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിൻ്റെ പേരൂടെ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ NIL എന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ NIL എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് ഈ പറയുന്ന പ്രസൻറ്റ് എംപ്ലോയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നെയിമും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാനുള്ള കോളാണ്. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, NIL എന്ന് അടിച്ചു കൊടുക്കണം. ബ്ലാങ്ക് ഒക്കെ ഇടാൻ പാടില്ല. ദെൻ അടുത്ത് നമ്മൾ NITC, അതായത് നമ്മൾ ഈ പറയുന്ന NIT കാലിക്കറ്റിൽ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ NITCയിൽ വർക്ക് ചെയ്യുന്ന, NIT കാലിക്കറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള അത് മാസത്തിലാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അല്ലാത്തവരവിടെ NIL എന്ന് കൊടുക്കുക, NIL എന്ന് കൊടുക്കുക. ദെൻ അടുത്തത് പ്രസൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, എന്നാൽ പാസ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മുൻപ് നമ്മൾ NITയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്രയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, മന്തിൽ നമ്മൾ അത്ര കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ NIL എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഡിക്ലറേഷനാണ്, ഇതൊക്കെ ടിക്ക് ചെയ്യുക, വായിച്ച് നോക്കിയിട്ട് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുക്കുക ഫോം. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണോ എന്ന് വിചാരിച്ചതാണ്, കാരണം ഇതിലേക്ക് അപേക്ഷാ ഫീസൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്.
അപ്പോൾ എന്താണ് ആ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഫോം ഫോർ ദ കോൺട്രാക്ച്വൽ സ്റ്റാഫ് എൻഗേജ്മെന്റ് ത്രൂ മാൻ പവർ ഏജൻസി ഇൻ NITC എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഞാൻ കുറേ നമ്മൾ ഇത് ഈ പറയുന്ന NITCയിൽ ഇങ്ങനെ ഒരു മാൻ പവർ ഏജൻസി ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ മാൻ പവർ ഏജൻസി വഴിയാണോ എന്നുള്ളതൊക്കെ ഒരു സംശയം. അപ്പോൾ അത് എനിക്ക് കൂടുതലായിട്ട് എന്താണ് ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും കണ്ടിട്ടില്ല, മുൻപ് അങ്ങനത്തെ റിക്രൂട്ട്മെൻറ്റും കണ്ടിട്ടില്ല. അപ്പോൾ NITCയിൽ ഈ പറയുന്ന മാൻ പവർ ഏജൻസി ത്രൂ ആണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ പറയുന്നുണ്ട് ഈ പറയുന്ന മാൻ പവർ ഏജൻസിയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫോമാണ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എന്താ ഇപ്പം ഈ പറയുന്നത് ഓപ്പൺ ആയിട്ട് അവർ തന്നിരിക്കുന്ന ലിങ്കും കാര്യങ്ങളാണ്, നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്താണ് ഓപ്പൺ സോഴ്സിൽ തന്നെയാണ് നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് അപേക്ഷാ ഫീസില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടില്ലെങ്കിലും എന്താണ് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. വളരെ സിമ്പിൾ ഗൂഗിൾ ഫോമാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഹൈഡ് ചെയ്ത് വെച്ചെന്ന് പറയണ്ട. അപ്പോൾ നിങ്ങൾ പറയും ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ ഇത് പറഞ്ഞാൽ പോരായിരുന്നു എന്നുള്ള കമൻറ്റുകൾ വരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെ എല്ലാവരും പോകും. കാരണം ഇത് നല്ലൊരു അവസരമാണ്. കാരണം ഇതിലേക്ക് ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഏജൻസി ഇപ്പോൾ NITയിൽ അല്ലെങ്കിൽ ഇത്തരം NITയിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ NIT കാലിക്കറ്റിലൊക്കെ ഇത്തരത്തിലുള്ള മാൻ പവർ ഏജൻസി ത്രൂ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്താണ് ഇപ്പോൾ അങ്ങനെ ഒരു ചാനൽ വഴിയുള്ള റിക്രൂട്ട്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഓപ്പണായിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫോം കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം നമുക്ക് ഇങ്ങനെ ഒരു അവസരം, കാരണം നമ്മുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് മെയിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ മെയിൽ ത്രൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അവരെ അറിയിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ വഴിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മെയിൽ ത്രൂ തന്നെ ആയിരിക്കും മാക്സിമം നമ്മൾ അറിയിക്കുന്നത്. അപ്പം മൊബൈൽ നമ്പർ ഇതിലെവിടെയും നമ്മൾ കൊടുക്കുന്നതായിട്ടില്ല. അപ്പം മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് SMS ആയിട്ട് വരാം, ഇനി അതല്ലെങ്കിൽ നമുക്ക് മെയിലായിട്ട് വരാം. അപ്പോൾ മെയിൽ വഴി നമ്മൾ അറിയിക്കും. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞാൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യുന്നത് വെറുതെ ആണോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ സ്കിപ്പ് ചെയ്ത് പോകണ്ട. അപ്പോൾ നല്ല അവസരമാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ അറിയാം. IT ഡിപ്ലോമ ദെൻ നിങ്ങൾക്ക് +2 കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് തരാം. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും സിമ്പിളായിട്ടുള്ള ഫോമാണ്, ഗൂഗിൾ ഫോമാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്കതിലേക്ക് വേറെ എന്താണ് ഫൈനാൻഷ്യൽ ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏതൊരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആര് നമ്മളോട് പണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ നിൽക്കരുത്. കാരണം ഏതൊരു റിക്രൂട്ട്മെൻറ്റിനും അത്രയും ക്യാഷ് വാങ്ങിയുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ NITയിലേക്കാണെങ്കിലൊക്കെ നമുക്ക് ഇത്ര പൈസ എന്നാൽ ഇത്ര ജോലി തരാമെന്നൊക്കെ പറയും. അതൊന്നും നമ്മൾ വിശ്വസിക്കരുത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് NITയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് കയറി എടുത്താണ് നോട്ടിഫിക്കേഷൻ്റെത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇങ്ങനെ തന്നെയാണ് നോട്ടിഫിക്കേഷനായിട്ട് വേറെ ഒന്നുമില്ല. നമുക്ക് അവരുടെ ഗൂഗിൾ ഫോമിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.